ഹലോ മുത്തുമണികളെ, എല്ലാവർക്കും നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ രോഹിത്ത് നമ്മുടെ കൃഷ്ണമോളെ പതുക്കെ അലീനേനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി കമലയും നമ്മുടെ ഹരീഷും വന്നിട്ടുണ്ട്. പക്ഷേ കൃഷ്ണമോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെ ഒരു പരിപാടികളും നടക്കില്ല. അതറിയാമെന്ന് മനസ്സിലാക്കിയ രോഹിത്തിനെ കൊണ്ട് കമലയും ഹരീഷും കൂടെ എന്ത് ചെയ്തു, ബബിത അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അച്ഛൻ വിളിച്ചു, അതായത് ബാലേന്ദ്രൻ വിളിച്ചു അമ്മയെ കാണാൻ ഇന്ന് ICUലോട്ട് ഒരാളെ കയറ്റി വിടാം എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ പതുക്കെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സീനാണ് കേട്ടോ. പക്ഷേ അവിടെ കൃഷ്ണമോൾ വന്നപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചോദിച്ചു, മോൾ ആരെ കൂടെ വന്ന്? അത് രോഹിത്തേട്ടൻ്റെ കൂടെ വന്നു പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വിട്ടു, പിന്നെ അമ്മേനെ ഇന്ന് കാണാൻ പറ്റും, അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ന് ഒരാൾ. ഇല്ലല്ലോ മോളെ, അങ്ങനെ ആരെയും കാണിക്കില്ല. അപ്പോൾ ബാലേന്ദ്രന് മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം ഇവരെല്ലാം മണക്കണുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ബാലേന്ദ്രൻ എന്നിട്ട് പിന്നെ നമ്മുടെ കൃഷ്ണമോള് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ വീട്ടിൽ കമലയും പിന്നെ ആരാണ് നമ്മുടെ ഹരീഷേട്ടനൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ, വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ നമ്മുടെ ബാലേന്ദ്രന് കറക്റ്റ് മനസ്സിലായി ഇതെന്തോ പ്ലാനിങ്ങുമായിട്ട് തന്നെ വന്നിരിക്കണം. കാര്യം രാജീവും ശിവശങ്കരനും അതിനകത്തില്ല എന്നുള്ളതും കൂടെ, ഹോസ്പിറ്റലിനകത്തില്ല. വൈജയന്തി ഇത്രയും ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ രാജീവും പിന്നെ അല്ലാണ്ട് ശിവശങ്കരനൊക്കെ അവിടെ നിൽക്കേണ്ടിയില്ലേ. പക്ഷെ അവർ വളരെ പ്ലാൻഡായിട്ട്, അതായത് ഇവർക്ക് ലക്ഷ്യം വേറൊന്നുമില്ല, നമ്മുടെ അലീനേനെ പുറത്താക്കി കളയുക എന്ന് വെച്ചാൽ ഇത്രയും അപകടം വൈജയന്തിക്ക് വരുത്തി വെച്ചത് ഏതാണ്ട് അലീനയാണെന്നുള്ള ഭാവത്തിലാണ് അവർ ഈ കാണിക്കുന്നത്. അങ്ങനെ ഇവരെ പ്ലാനിങ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. അങ്ങനെ അവർ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ തന്നെ നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അലീനയുടെ സാധനങ്ങളൊക്കെ ഈ ഹരിശങ്കറും എല്ലാവരും കൂടെ ചേർന്നെടുത്ത് പുറത്ത് കളയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഈ സമയത്ത് നമ്മളെ ഗോവർദ്ധനൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളെങ്കിലും, കാരണം ICUയിൽ ഇത്രയും സീരിയസ് ആയി കിടക്കുന്ന ആളല്ലേ, പക്ഷേ അലീനേനെ രക്ഷിക്കണോ, ബാലേന്ദ്രൻ എന്ത് ചെയ്യട്ടെന്നായിപ്പോയി. ആരുമില്ല, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും എമർജൻസി ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഗോവർദ്ധനെയും പതുക്കെ നമ്മുടെ രാജീവ് അവിടെ നിന്ന് മാറ്റിയതാണ്. കാര്യം ഇനിയിപ്പം ഏതെങ്കിലും വിധേന നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനേനെ മാറ്റാനുള്ള ഇവരുടെ നീക്കം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോവർദ്ധനെ അവിടെ ആക്കിയിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ചിലപ്പോൾ നെടുമ്പുരയ്ക്കലിലോട്ട് ചെല്ലും, ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് ചെല്ലും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി രാജീവൻ നമ്മുടെ ഗോവർദ്ധനെ പതുക്കെ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്പറിട്ട് പുറത്തങ്ങ് മാറ്റിക്കളഞ്ഞു. ഹോസ്പിറ്റലിൽ ICU അവിടെ നിന്ന് മാറ്റുകയാണ്. അവസാനം ഇപ്പം നിലവിൽ നമ്മുടെ ബാലേന്ദ്രൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ കൃഷ്ണമോൾ പിന്നെ വീട്ടിൽ പോവാണ്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വിടുന്നുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഈ കൃഷ്ണമോളുടെ ഫോണ് പതുക്കെ രോഹിത് മാറ്റി എന്തോ ആവശ്യത്തിനായിട്ട് മേടിച്ചായിരുന്നു. കൃഷ്ണമോൾ വീട്ടിൽ എത്തിയപ്പോൾ അലീന അവിടെ ഇല്ല. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അലീന പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൃഷ്ണമോൾക്കൊന്നും മനസ്സിലാവില്ല, അലീന ചേച്ചി പോയോ, ഇത്രയും നേരം വീട്ടിലുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയുടെ വിവരങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞാണല്ലോ എന്നെ വിട്ടത്. എന്തോ ഒരു പന്തികേട് കൃഷ്ണമോൾക്കും മണത്തു. അവസാനം ബാലേന്ദ്രൻ ആകെ ടെൻഷനായി. ആ സമയത്ത് നമ്മുടെ മനുശങ്കർ അങ്ങോട്ട് വരികയാണ്. മനുശങ്കർ വന്നു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം മനുശങ്കറിന് മനസ്സിലായി അങ്കിള് ഈ ഒരു ചൂടിനെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അച്ഛനും കൊച്ചിനൊക്കെ നല്ല പിടകിട്ട് അലീനയ്ക്കെതിരെ ഇവരെന്തെങ്കിലും ഒരു നീക്കി എന്നറിഞ്ഞാൽ, ഒന്നാമത് അങ്കിളിന് ഹാർട്ട് അറ്റാക്കും ഒക്കെ വന്ന് ബ്ലോക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി അവിടെ ചെന്ന് ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടായിട്ട്, അപ്പോൾ മനുശങ്കർ പറഞ്ഞു അങ്കിൾ സമാധാനമായിട്ട് ഇവിടെ നിൽക്കുക, അപ്പോൾ ഇങ്ങനത്തെ ഈ അവസരത്തിൽ എങ്ങനെ പോണേന്ന് എങ്ങനെ മനുവിനോട് ചോദിക്കണം. അതാ പറഞ്ഞത് അങ്കിൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി അലീനയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അലീനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. അല്ല അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അലീന എന്തായാലും ആൻറ്റിക്ക് ഒരു ആവശ്യം വേണമല്ലോ, ഒരാളുടെ ആവശ്യം വേണം, അപ്പോൾ എന്തായാലും അലീനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മനു ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ആൻറ്റിയുടെ അവസ്ഥ എന്താണെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു 2 കാലിനും അതുപോലെ നമ്മുടെ നടുവിൻ്റെ എൻജിനൊക്കെ നല്ല രീതിയിൽ ഫ്രാക്ചറുണ്ട്, എന്തായാലും കുറേ മാസങ്ങളോളം ബുദ്ധിമുട്ട്, പിന്നെ തലയ്ക്കൊരു ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സീരിയസ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടർ പറയുന്ന ഒബ്സർവേഷൻ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ മനുശങ്കർ ഇതൊക്കെ കേട്ടിട്ട് അങ്കിളിനെ സമാധാനിപ്പിച്ചിട്ട് വരണം. അപ്പോൾ അങ്കിള് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും മരിക്കില്ല, അങ്ങനെ ഞാൻ മരിക്കാൻ അവളെ വിടത്തില്ല മനു എന്ന് പറയുന്നുണ്ട്. മനുശങ്കറിന് മനസ്സിലായി അങ്കിള എന്ന് വെച്ചാൽ ഈ സത്യങ്ങളൊന്നും അറിയാണ്ടും അല്ലെങ്കിൽ അങ്കിൾ അനുഭവിച്ച
ആ ബുദ്ധിമുട്ടും ആ ഒരു ടെൻഷനും ആൻറ്റി ഒന്നും അറിയാണ്ട് അങ്ങ് പോയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സിറ്റുവേഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും അങ്ങനെയൊന്നും വൈജ നമ്മളെ വിട്ട് പോവില്ല എന്ന് ബാലേന്ദ്രൻ ഒരു ഇതായിട്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മനു നേരെ നമ്മുടെ നിലമ്പൂരൊക്കെ വീട്ടിലെത്താണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നേരെ കൃഷ്ണമോൾ ഇറങ്ങി വരികയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, മനുവേട്ട എപ്പോഴാണ് വന്നേ, ആശുപത്രി പോയായിരുന്നു, എനിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ല, പിന്നെ ഇവിടെ അലീന ചേച്ചി എന്തെന്ന് ചോദിക്കും. അപ്പോൾ അലീന ചേച്ചി ഇവിടെ ഇല്ല. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും മനുവേട്ട അലീന ചേച്ചി ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അലീന എങ്ങോട്ട് പോയി അതറിയില്ല, എൻ്റെ ഫോണും ഇല്ല. അലീന ചേച്ചീനെ ആണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. കാരണം അലീനയുടെ ഫോണും ഇവർ മേടിച്ചു വെച്ചു, കാരണം ആരെയും കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇവരെല്ലാം പ്ലാൻഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ മനു നേരെ അലീനയുടെ റൂമിൽ ചെല്ലണം. അവിടെ ബാഗൊന്നുമില്ല. കിച്ചണിൽ ചെന്ന് നോക്കണം. അപ്പോൾ അവിടെ കുറേ കുപ്പിയും ചില്ലൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കാം കേട്ടോ. അപ്പോൾ എന്തോ സംതിങ് ഉണ്ടായെന്ന് മനസ്സിലായി. അപ്പം മനു നേരെ മേളിൽ കയറി ചെല്ലണം. കാരണം ശിവശങ്കരനും കമലയൊക്കെ അവിടെയാണ് മേളിൽ. അപ്പം മനു കയറി ചെല്ലണത് അവരിങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ആരൊക്കെയുണ്ട്? രാജീവും കമലയും ശിവനും ഒക്കെ. അപ്പം അലീന എന്തെന്ന് ചോദിച്ചു. അലീന വീട്ടിൽ പോയെന്ന് പറയും. ആ വീട്ടിലോ? എങ്ങോട്ട് പോകാനാ? അത് ഞങ്ങൾക്കറിയില്ല, അവൾ വീട്ടിൽ പോയെന്ന് പറയുന്നത്. അപ്പം മനുവിന് മനസ്സിലായി. അച്ഛാ, ഞാൻ അച്ഛനായാലും ശരി കൊച്ചച്ഛനായാലും ശരി, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അലീനയ്ക്ക് എന്തെങ്കിലും ഒരു പോറലെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛന് പിന്നെ തിരിച്ചു പോക്കുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം. അങ്കിള് നല്ല രീതിയിലുള്ള കേസും ഫയൽ ചെയ്യും. നിങ്ങൾ ഒരാളെപ്പോലും വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. മനു നല്ല ഫയർ ചെയ്ത് അങ്ങോട്ട് തകർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ആകെ ഹരിയും രോഹിത്തൊക്കെ എന്തെന്ന് ചോദിക്കും. അവർ റൂമിലുണ്ടെന്ന് പറയും. എൻ്റെ മനു നേരെ പോണ്. എൻ്റെ പോയ സമയത്ത് നമ്മുടെ കമല പറയും, നമ്മൾ വിചാരിച്ച് ഇവൻ എന്തിനാ ഇമാതിരി കിടന്ന് ചൂടാവണത്, നമ്മളെ കയ്യിൽ നിന്നെല്ലാം പോയെന്നാണല്ലോ തോന്നണ ശിവേട്ടാ. അപ്പോൾ ശിവശങ്കരൻ പറയും, നീ ഒന്ന് സമാധാനപ്പെടും, എന്തായാലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമല്ലോ, അത് തന്നെ വലിയൊരു സംഭവമാണ് എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്നു. എന്നിട്ട് മനു നേരെ നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലണം. അവിടെ അപ്പോൾ ഹരി ഇരിപ്പുണ്ട്. മനുവിനെ കണ്ടതും രണ്ടുപേരും ആശ്വാസപ്പെട്ടിരിക്കുകയാണ്. കാരണം അലീനെ ഇറക്കി എങ്ങനെയെങ്കിലും വിട്ടല്ലോ. കാരണം ഏമാർക്ക് അല്ലെങ്കിൽ തന്നെ ഒരു കെടി പറ്റിയിരിക്കണോണ്ട് അലീനെ ഇവിടെ നിന്ന് തൂത്തുപാറി കളയാൻ വേണ്ടിയിട്ട് ഏമാർ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിലേ ഇരിക്കുകയാണ്. അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കുകയും ചെയ്തു. അപ്പം മനുശങ്കരനെ കണ്ടപ്പോഴത്തേക്ക് രണ്ടും പെട്ടെന്നൊന്ന് പകച്ചു. മനു ചോദിച്ചു, അലീന എന്തെന്ന് ചോദിച്ചു. അലീന പോയി. ദേഷ്യപ്പെട്ടുകൊണ്ടാണ് മനുശങ്കർ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹരിയുടെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും അവളെ ചെയ്തോളാം, നീ അവളെ കൊന്നോ, ജീവനോടെ കൊന്നോടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറഞ്ഞു, ഇല്ല മനുവേട്ട എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അവളെ ഞങ്ങൾ പാലാ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി, അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടാക്കി എന്നിങ്ങനെ പറയുന്നത്. അവൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ടാക്കിയല്ലേ? ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളേക്ക് എന്തെങ്കിലും അവളുടെ ജീവനോ അല്ലെങ്കിൽ അവളുടെ ശരീരത്തോ എന്തെങ്കിലും പോറലോ അപകടമോ വന്നാൽ നിന്നെയൊന്നും ഞാൻ വെച്ചിക്കില്ല. എന്നിട്ട് അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതിന് മനുവായിട്ട് ഈ ആവശ്യമില്ലാണ്ട് എന്തൊക്കെയാണ് പറയണത്, ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ. അപ്പോഴേക്കും ഒരൊറ്റ കീറ് ഹരിക്കിട്ടങ്ങ് കൊടുക്കുകയാണ് മനു. ഹരിക്ക് നല്ല വേദനിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ കമല ഓടിക്കൊണ്ട് വരികയാണ്. എന്താണ് ഇവിടെ പ്രശ്നം, നീ എന്തിനാ പിള്ളേരെ മെക്കിട്ട് കയറണേ എന്ന് പറഞ്ഞ് കമല അങ്ങോട്ട് ചാടിക്കൊണ്ട് വരികയാണ്. അലീനയ്ക്ക് എന്തെങ്കിലും പറ്റിയ അച്ഛനെന്നോ കൊച്ചച്ഛനെന്നോ അമ്മയെന്നോ ഞാൻ നോക്കില്ല, അറിയാമല്ലോ, എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പോഴേക്കും കമല ചോദിക്കും, നീ എന്തിനാ അവളെ കാര്യത്തിൽ ഇത്രയും കിടന്നങ്ങോട്ട് പിടയ്ക്കണത്, അമ്മാതിരി നീ പിടയ്ക്കേണ്ട, നിൻ്റെ ആരാ അവളെന്നൊക്കെ ചോദിച്ച് കമല ചൂടാവുന്നുണ്ട്. പക്ഷെ മനു അതിനൊക്കെ ഏതാണ്ട് നല്ല ദേഷ്യപ്പെട്ട് മറുപടി കൊടുക്കുന്നുണ്ടോ. കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി നേരെ ബസ് സ്റ്റാൻഡിലൊക്കെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ അങ്കിളിനെ വിളിച്ച് ഇതൊക്കെ പറയാനായിട്ട് ആകെ ഒരു ടെൻഷനാണ്. അങ്കിൾ എന്ത് വിചാരിക്കും, ഒന്നും കൂടെ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് മനു അവിടെയൊക്കെ നോക്കണം. പക്ഷേ അലീനെ ആ ബസ് സ്റ്റോപ്പിലൊന്നും കണ്ടില്ല. ഈ സമയം നമ്മുടെ അലീനയ്ക്കറിയാം, അച്ഛൻ പറഞ്ഞിട്ട്, അതെ നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞിട്ട് വൈജയന്തി ദേവിമാത ഹോസ്പിറ്റലിലാണെന്നറിയാം. അലീന നേരെ ആ ഹോസ്പിറ്റലിലോട്ടാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബാലേന്ദ്രൻ നോക്കുമ്പോൾ അലീന ബാഗൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, ഇതെന്താ മോളെ നീ ബാഗൊക്കെ ആയിട്ട് വന്നേക്കണേ? ഒന്നുമില്ല അച്ഛാ, അമ്മയെ കാണാൻ വേണ്ടി ഞാൻ വന്നത്, 2 ദിവസം രേവതി കുട്ടിയുടെ വീട്ടിൽ പോകാമെന്ന് കരുതി. അതെ, അവിടെ എന്താ പ്രശ്നം? അവിടെ കമലയും ഹരീശങ്കറൊക്കെ വന്നു എന്ന് ഞാൻ അറിഞ്ഞു, കൃഷ്ണമോള് വന്നപ്പോൾ പറഞ്ഞു, എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിക്കും. ഒന്നുമില്ല അച്ഛാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അതറിയാനാണ് ഞാൻ വന്നേ. വൈജയ്ക്കൊന്നും പറയാറായിട്ടില്ല മോളെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ലീനയുടെ അടുത്ത് വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കണം, നീ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞോ, എന്തായാലും ഞാൻ അറിയും, എൻ്റെ അടുത്ത് കള്ളം പറയാൻ വേണ്ടി നീ നിൽക്കണ്ട അലീന എന്ന് പറയും. മോള് പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന നടന്ന കാര്യങ്ങളൊക്കെ പറയും.
എൻ്റെ അലീന കരഞ്ഞുകൊണ്ട് പറയും, അച്ഛാ ഞാൻ 2-3 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നിനക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നിനക്ക് വേണ്ടി ഇത്രയും മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ച് നിന്നത് ഞാൻ നിന്നോടുള്ള ഇഷ്ടവും കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് മോളെ. നിനക്ക് എന്നെയോ കൃഷ്ണമോളെ അല്ലെങ്കിൽ നിൻ്റെ അമ്മയെ വേണ്ടാന്നുണ്ടെങ്കിൽ പോവാം, പക്ഷേ പിന്നെ ഈ ബന്ധങ്ങളും പറഞ്ഞ് നീ തിരിച്ചു വരരുത്, നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യുമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വിഷമിച്ച് അങ്ങ് പോകണം കേട്ടോ. ആ സമയം നമ്മുടെ അലീന ശരിക്കും സങ്കടപ്പെട്ട് അങ്ങ് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അപ്പം ഇന്നത്തെ ഏകദേശം ഒരു പ്രൊമോയിൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. എല്ലാവരും നമ്മുടെ പ്രൊമോക്ക് ഒന്ന് കാണുക കേട്ടോ. അത് കൂടാണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വൈജയന്തിക്ക് എന്തായാലും ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് ഇനി നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് നാളൊക്കെ ഇനി സ്വന്തം മകളുടെ പ്രസവിച്ച് തെരുവിലേക്ക് എറിഞ്ഞ ആ സ്വന്തം മകളുടെ സഹായം തന്നെ വൈജയന്തിക്ക് വേണ്ടി വരുന്നു. ആ ഒരു മുഖമൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് പിന്നെ വൈജയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇനി പതുക്കെ വൈജ ഓരോന്ന് മനസ്സിലാക്കി വരുന്ന സീനൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ ലൈക്ക് അടിച്ച് കണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അതേ നമ്മുടെ ന്യൂ ഇയർക്ക് ഇങ്ങ് എത്താറായി, അടിച്ച് പൊളിക്കണ്ടേ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു ഇച്ചിരി നേരം ഒരു 10 മിനിറ്റ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.